മറ്റൊരു വളരെ രസകരമായ ഒരു കാര്യം, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന പോസ്റ്ററിലും മറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും, വി ആർ നോട്ട് ഫൈൻഡിങ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്, വി ആർ ഫൈൻഡിങ് ബെസ്റ്റ് ഇൻ എവറി സ്റ്റുഡൻറ്റ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സാധാരണഗതിയിൽ സ്കൂളുകളിൽ 1ാം റാങ്ക് വാങ്ങിക്കുന്ന കുട്ടിയെ കണ്ടെത്തുക, 1ാം റാങ്ക് വാങ്ങിക്കുന്ന കുട്ടിക്ക് അംഗീകാരം കൊടുക്കുക, 1ാം റാങ്ക് വാങ്ങിക്കുന്ന കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുക, 1ാം റാങ്ക് വാങ്ങിക്കുന്ന കുട്ടിയെ ആദരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ അത് കുട്ടി 1ാം റാങ്ക് വാങ്ങിച്ചത് അക്കാഡമിക്കലി മാത്രമാണ്. അങ്ങനെ 1ാം റാങ്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഒരുപാട് കുട്ടികൾ എല്ലാ ക്ലാസ് മുറികളിലും ഉണ്ട്. പക്ഷേ അക്കാഡമിക്കലി ആയിക്കൊള്ളണമെന്നില്ല. പ്രശ്നം ഈ കുട്ടിക്ക് 1ാം റാങ്ക് വാങ്ങിക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുത്തു, അല്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരുന്നു അവിടെ. മറ്റു കുട്ടികൾക്കും 1ാം റാങ്ക് വാങ്ങിക്കാൻ കഴിയും. പക്ഷേ ആ 1ാം റാങ്ക് വാങ്ങിക്കാൻ കഴിയുന്ന അവരുടെ കഴിവുകളെ എക്സിബിറ്റ് ചെയ്യാൻ, പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ പ്ലാറ്റ്ഫോംസ് കൊടുക്കുന്നില്ല. അപ്പോൾ അത് അവരുടെ പ്രശ്നമല്ല. അതുകൊണ്ട് ഓരോ കുട്ടിയിലുമുള്ള ബെസ്റ്റ് എന്താണോ അത് കണ്ടെത്തുകയും അത് പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പെട്ടെന്നൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി, ഞാൻ ആ കുട്ടീൻ്റെ പേരും ക്ലാസ്സും പറയുന്നില്ല, കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആകുമെന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകർ വിശ്വസിക്കുകയും ആ രീതിയിലേക്ക് അവർ അലൈൻഡ് ആവുകയും ഒക്കെ ചെയ്യുന്നതിന് മുൻപുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഞാൻ ആ കുട്ടിയുടെ പേര് പറഞ്ഞാൽ, അല്ലെങ്കിൽ അധ്യാപകൻ്റെയോ പേര് പറഞ്ഞാൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഒരു കുട്ടി 6ാം ക്ലാസ്സിലെ കുട്ടിയാണ്, അത് മാത്രം പറയാം. 6ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ആ കുട്ടിയെ ഒരധ്യാപകയും എല്ലാവരും ആ കുട്ടിയെ പറഞ്ഞിരുന്നത് വികൃതിയാണ്, കുസൃതിയാണ്, ക്ലാസ്സിൽ അടങ്ങിയിരിക്കില്ല, ഒന്നും ചെയ്യില്ല, ഒരു ഹോംവർക്ക് പറഞ്ഞ സമയത്തിന് ചെയ്യില്ല, പരീക്ഷയിൽ മാർക്ക് വാങ്ങില്ല, അക്ഷരം കൂട്ടാൻ അറിയില്ല, കുറയ്ക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ആ കുട്ടിയെ ഒരു കാര്യത്തിന് വേണ്ടിയും ആരും അംഗീകരിച്ചിരുന്നില്ല. പലപ്പോഴും ആ കുട്ടിയെ കുറിച്ചുള്ള പരാതികൾ മാത്രമാണ് പ്രിൻസിപ്പലായ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആ കുട്ടിയെക്കുറിച്ച് എല്ലാ അധ്യാപകർക്കും ഉണ്ടായിരുന്നത് മോശമായ അഭിപ്രായം മാത്രമാണ്. അങ്ങനെ ഒരിക്കൽ ഞാൻ ആ കുട്ടിയെ വിളിച്ചു, ആ കുട്ടിയോട് സംസാരിച്ചു. അങ്ങനെ ആ കുട്ടിയെ കൊണ്ട് ആ കുട്ടിയിലുണ്ടായിരുന്ന ഒരു കഴിവ്, എപ്പോഴും ആ കുട്ടി എന്തോ എഴുതുന്ന സമയത്ത്, എൻ്റെ ക്യാബിനിൽ വെച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടി ഒരു വേസ്റ്റ് പേപ്പർ എടുത്തതിന് മുകളിൽ എന്തോ എഴുതി. അത് എഴുതിയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു, ആ കുട്ടി അത് എഴുതുന്നത് മിറർ റൈറ്റിങ്ങിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേപ്പറിൽ അത് എഴുതി കഴിഞ്ഞിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോഴേ നമുക്കത് കൃത്യമായിട്ട് എന്താണെന്ന് വായിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് ആ കുട്ടി എഴുതുന്നത്. പക്ഷേ വളരെ സ്ലോ ആയിട്ടാണ് എഴുതുന്നത്. അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ആ കുട്ടിയുടെ പേര് അതേപോലെ എഴുതാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. കുട്ടി ആ പേര് അതേപോലെ എഴുതി, പക്ഷേ വളരെ മെല്ലെയാണ് എഴുതിയത്. ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, ദിവസവും രാവിലെ നീ ക്ലാസ്സിലേക്ക് പോകണ്ട, എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ക്യാബിനിലേക്ക് വരിക, നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നീ ഈ ചെയ്യുന്ന കാര്യം കുറച്ച് സ്പീഡിൽ ചെയ്യാൻ പഠിക്കാൻ പറഞ്ഞു. ആ കുട്ടി എല്ലാ ദിവസവും രാവിലെ വരും, എൻ്റെ ക്യാബിനിലിരിക്കും, ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ എൻ്റെ ക്യാബിനിൽ വന്നിരിക്കും, ഞങ്ങൾ ഒരുമിച്ച് ഈ സാധനം പ്രാക്ടീസ് ചെയ്യും. കുട്ടി മിറർ റൈറ്റിംഗ് ഇങ്ങനെ എഴുതി ഏകദേശം 1 മാസം കൊണ്ട് ഈ എഴുതുന്നത് വളരെ വേഗത്തിൽ കുട്ടി എഴുതാൻ പഠിച്ചു. അങ്ങനെ നമ്മുടെ നാഷണൽ പ്ലഡ്ജ് ആ കുട്ടി എന്ത് ചെയ്തു, മിറർ റൈറ്റിങ്ങിൽ വളരെ വേഗത്തിൽ എഴുതി. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നാഷണൽ പ്ലഡ്ജ് മിറർ റൈറ്റിങ്ങിൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാറ്റഗറിയിൽ ഏറ്റവും വേഗതയിൽ എഴുതുന്ന കുട്ടി ഈ കുട്ടിയായിരുന്നു. ആ കുട്ടിയെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യിച്ചു, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അപ്ലൈ ചെയ്യിപ്പിക്കുകയും ആ കുട്ടിക്ക് അത് കിട്ടുകയും ചെയ്തു. എന്തായിരുന്നു റെക്കോർഡ്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാറ്റഗറിയിൽ നാഷണൽ പ്ലഡ്ജ് ഏറ്റവും വളരെ വേഗത്തിൽ എഴുതുന്ന കുട്ടി, അതും മിറർ റൈറ്റിങ്ങിൽ എഴുതുന്ന കുട്ടി എന്ന് പറയുന്നത് ഈ കുട്ടിയാണ്. ആ കുട്ടിക്ക് അങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഹോൾഡറായിട്ട് മാറിയിട്ടുണ്ട്. ഒന്നിനും കഴിവില്ല, പഠിക്കില്ല, പരീക്ഷ എഴുതില്ല എന്ന് പറഞ്ഞ കുട്ടിയാണ്. പ്രശ്നം ആ കുട്ടിയിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ബെസ്റ്റ് സ്റ്റുഡൻറ്റിനെ കണ്ടെത്തുക എന്നുള്ളതല്ല, ഓരോ കുട്ടിയിലെയും ബെസ്റ്റ് എന്താണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. എപ്പോഴും താങ്കളോട് ചോദിക്കണമെന്ന് കരുതിയൊരു ചോദ്യമാണ്, താങ്കളെ പോലെയുള്ള പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിക്കണമെന്ന് വിചാരിച്ച ചോദ്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന വിധം, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ അവരെ വടിയെടുത്ത് അടിക്കാൻ പാടില്ല, അടിച്ചാൽ പ്രശ്നമാണ്, നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നോക്കി പീഡിപ്പിക്കാൻ പറ്റില്ല, നോക്കി പീഡിപ്പിച്ചാൽ മെൻ്റൽ ഹറാസിംഗ് ആയി. ഇനി വാക്കുകൊണ്ട് എന്തെങ്കിലും പറയാൻ എന്നാൽ അതും മെൻ്റൽ ഹറാസിംഗ് ആയി. അതൊക്കെ കുട്ടികളും രക്ഷിതാക്കളും വളരെ സെൻസിറ്റീവായി എടുക്കുകയും നമ്മുടെ സൊസൈറ്റി അതിനെ പർവ്വതീകരിക്കുകയൊക്കെ ചെയ്ത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള സൊസൈറ്റിയിലാണ്. ഡിസിപ്ലിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, കുട്ടികളുടെ ഡിസിപ്ലിനും അവരെ ഹാൻഡിൽ ചെയ്യുന്ന വിഷയത്തിലും. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ വികൃതി ആയിട്ട്, താങ്കൾ നേരത്തെ പറഞ്ഞ വികൃതിയായിട്ടുള്ള കുട്ടിയെ താങ്കൾ കൈകാര്യം ചെയ്തൊരു കാര്യം തന്നെ താങ്കൾ പറഞ്ഞു, ഒരു വശം അതാണ്. മറ്റല്ലാതെ നമുക്ക് കോമൺ ആയിട്ട് നമ്മളൊരു സ്കൂളിനെ ഒരു 1000-1200ഓളം കുട്ടികൾ പഠിക്കുന്ന KG മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളെ അവരുടെ ഡിസിപ്ലിൻ, നമ്മൾ പണ്ടൊക്കെ
ഇന്ന് ഒരു അധ്യാപകൻ, ഇപ്പം എൻ്റെയൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്കൊരു സാറുണ്ടായിരുന്നു. പുള്ളിയുടെ കയ്യിലൊരു ചൂരൽ കണ്ടാൽ നമ്മളൊക്കെ വളരെ അടങ്ങി നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രശ്നമില്ലാതാക്കടെ സ്കൂളിൽ നിന്ന് രാവിലെ മുതൽ വൈകിട്ട് നമ്മൾ പോകും. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് പറ്റില്ല. കാരണം കുട്ടികൾ വളർന്നു, ലോകം വളർന്നു, ടെക്നോളജി വളർന്നു, കുട്ടികളുടെ നമ്മളുടെയൊക്കെ മെൻ്റൽ ആ ഒരു ചിന്തകളൊക്കെ വളർന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് കുട്ടികളെ ട്രീറ്റ് ചെയ്യാം? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ മിസ്ബിഹേവിയർ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഓരോ കുട്ടിയും മിസ്ബിഹേവ് ചെയ്യുന്നത്, ലൈക്ക് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു, വളരെ മനോഹരമായിട്ടുള്ളൊരു കോട്ടാണ്. കുട്ടികളുടെ മിസ്ബിഹേവിയർ ഉണ്ടാവുന്നത്, ഓരോ മിസ്ബിഹേവിയറും ഉണ്ടാവുന്നത് അവരുടെ മീറ്റ് ചെയ്യപ്പെടാതെ പോകുന്ന ചില നീഡുകളിൽ നിന്നാണ് എന്ന് പറയാറുണ്ട്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ കുറച്ച് നേരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളിൻ്റെ കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഓരോ കുട്ടിയിലുമുള്ള പോസിറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടി അംഗീകരിക്കപ്പെടുന്ന ഒരു സ്ഥലം, ഒരു ക്ലാസ് മുറി, അവിടെ ഈ മിസ്ബിഹേവിയറിനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഒരു 30 കുട്ടികളുള്ളൊരു ക്ലാസ് റൂമിൽ ചില കുട്ടികൾ എന്തുകൊണ്ട് മിസ്ബിഹേവ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ട, ആ കുട്ടിയുടെ നീഡ് അവിടെ മീറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ്. ഇപ്പം ഉദാഹരണത്തിന് നമ്മളൊരു സിനിമ കാണാൻ പോകുന്നു, നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ആ സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വളരെ അറ്റൻറ്റീവായിട്ട് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കും. അതേസമയം വളരെ ബോറിംഗ് ആണെന്ന് വിചാരിക്കുക സിനിമ, സ്വാഭാവികമായിട്ടും 30-35 വയസ്സുണ്ട് അപ്പോൾ നമ്മൾ പോലും എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും സംസാരിക്കുകയും അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇത് തന്നെയാണ് ക്ലാസ് മുറികളിലും സ്കൂളുകളിലും ഒക്കെ നടക്കുന്നത്. ഇത് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടികൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ നീഡ് ഒരുപക്ഷെ അവരെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം, അവരെ വാല്യൂ ചെയ്യുക എന്നുള്ളതായിരിക്കാം, അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതായിരിക്കാം, സ്നേഹിക്കപ്പെടുക എന്നുള്ളതായിരിക്കാം. ഇതൊക്കെ ആയിരിക്കും അവരുടെ നീഡ്സ് എന്ന് പറയുന്നത്. അത് മീറ്റ് ചെയ്യപ്പെടാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു കാര്യം, അങ്ങനെ ഉണ്ടാകുന്ന മിസ്ബിഹേവിയറുകൾ അല്ലെങ്കിൽ എല്ലാ മിസ്ബിഹേവിയറും അങ്ങനെ ഉണ്ടാകുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചില മിസ്ബിഹേവിയർ അങ്ങനെ ഉണ്ടാകുന്നതല്ല. ചില കാര്യങ്ങൾ കുട്ടികൾ കണ്ട് വളരുന്ന സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. വീടുകളിൽ ഒരുപക്ഷെ കുട്ടികൾ കാണുന്ന അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. കൂട്ടുകെട്ടുകളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന പാഠങ്ങൾ അങ്ങനെയുള്ളതായിരിക്കാം. ലൈക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളായിരിക്കണം അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ. ആരെയും പ്രായത്തിൽ മൂത്ത ആളുകളാണെങ്കിൽ പോലും നമ്മൾ അവരോട് ബഹുമാനം, ഇപ്പോൾ പുതിയ ജനറേഷൻ്റെ ഭാഷയിൽ തഗ്, ആരോടാണെങ്കിലും ആ രീതിയിൽ സംസാരിക്കുക, അങ്ങനെയുള്ളതാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടെ കടന്ന് സ്കൂളിനകത്ത് പെൺകുട്ടികളോട് മോശമായിട്ട് അല്ലെങ്കിൽ ആൺകുട്ടികളോട് തന്നെ മോശമായിട്ട് പെരുമാറുക, കൂടെ പഠിക്കുന്ന കുട്ടികളോട് മോശമായിട്ട് പെരുമാറുക, വഴക്കുണ്ടാക്കുക, തല്ലുണ്ടാക്കുക, അടി കൂടുക, അധ്യാപകരോട് ബഹുമാനമില്ലാതെ സംസാരിക്കുക, അധ്യാപകരെ അവരെ ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള, ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടാവുക. ഇതൊക്കെ കുട്ടികൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീഡുകൾ മീറ്റ് ചെയ്യപ്പെടാത്തതുകൊണ്ട് സംഭവിക്കുന്നതല്ല. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഓൺ റെക്കോർഡ് ഇത് പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും ഇപ്പോഴും കുട്ടികളെ തല്ലി വളർത്തേണ്ട സ്ഥലങ്ങളിൽ തല്ലി വളർത്തണമെന്നുള്ള അഭിപ്രായമുള്ള ആൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനത് വീടുകളിലാണെങ്കിൽ പോലും, ഈവൻ നമ്മുടെയൊക്കെ ഹോളി സ്ക്രിപ്റ്റേഴ്സിൽ പോലും പറയുന്നുണ്ട്. ഇപ്പോൾ ബൈബിളിലായിക്കോട്ടെ, ഖുറാനിലായിക്കോട്ടെ, ഭഗവത്ഗീതയിലൊക്കെ ആണെങ്കിൽ പോലും ശിക്ഷണം ഇഷ്ടപ്പെടാത്ത മക്കൾ നന്നാവില്ല. അവർ കുറച്ചും കൂടെ റിലീജിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വർഗ്ഗരാജ്യത്തിന് അർഹരാവുകയില്ലാതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വീടുകളിൽ തല്ല് കൊടുക്കേണ്ട കാര്യങ്ങളിൽ തല്ല് തന്നെ വേണം. പക്ഷേ ശിക്ഷണം ശിക്ഷയായിട്ട് മാറരുത്, അത്രയേ ഉള്ളൂ. ശിക്ഷണമായിരിക്കണം, ശിക്ഷയാവരുത്. ഒരു കുട്ടിയെ നമ്മൾ ഒന്ന് പേടിപ്പിക്കുമ്പോൾ, ഒന്ന് ചെവിക്ക് പിടിക്കുമ്പോൾ, ചിലപ്പോൾ ഒന്ന് കണ്ണുരുട്ടി കാണിക്കുമ്പോൾ, ഒന്ന് ചീത്ത പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഉദ്ദേശമാണ് പ്രധാനപ്പെട്ടത്. അത് ആ കുട്ടി നന്നാവുക, അവൻ ചെയ്ത് തെറ്റ് തിരുത്തുക എന്നുള്ളതായിരിക്കണം. മറിച്ച് നമുക്കുണ്ടായ ദേഷ്യവും ഫ്രസ്ട്രേഷനും മാറ്റാൻ വേണ്ടിയിട്ടുള്ള വഴിയായിട്ട് നമ്മൾ ആ കുട്ടിയെ തല്ലുന്നതിനെയും ചീത്ത പറയുന്നതിനെയും കാണാതിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ എനിക്ക് പലപ്പോഴും സാറ് നേരത്തെ പറഞ്ഞ പോലെ സാറിൻ്റെ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു അധ്യാപകനായിട്ടുള്ള കാലഘട്ടം മുതൽ പ്രിൻസിപ്പളായിട്ട് വന്ന കാലഘട്ടം അത്രയും സാറിൻ്റെ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളും കുറേ കാര്യങ്ങളും അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്, ഈവൻ ഞാൻ +2 പഠിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് പല കഴിവുകളുമുള്ള കുട്ടിയായിരുന്നു ഞാൻ ചെറുപ്പം മുതൽ. പക്ഷേ എനിക്കത് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിന് ബൂസ്റ്റപ്പ് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്കുള്ള ടീച്ചേഴ്സ്, എനിക്ക് അത്തരം കാര്യങ്ങൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ മേഖലയിൽ എനിക്ക് തോന്നുന്നു ടീച്ചർമാർക്ക് അത്രയൊന്നും അറിവ് ലഭിച്ചിട്ടും ഉണ്ടാവില്ല. മാത്രമല്ല അന്നത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു മോർണിംഗ് ടു ഈവനിങ് അത് കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു, അങ്ങനെ സബ്ജക്റ്റ് പഠിച്ച് പോകുന്നു, വീട്ടിലോട്ട് പോകുന്നു, കളിക്കുന്നു, തിരിച്ചു വരുന്നു.
ഇതിനൊന്നും നമുക്ക് ആരും ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനോ ഒന്നും ഇല്ലായിരുന്നു. അന്ന് മുതൽ ഞാനെടുത്ത തീരുമാനമാണ് എനിക്ക് കുട്ടികളെ ഈ പറഞ്ഞതുപോലെ പല മേഖലയിൽ എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിൽ, വരയ്ക്കാനോ പാടാനോ ചാടാനോ ഓടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ എന്ത് കഴിവുണ്ടെങ്കിലും അത് റിവീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ കൈപിടിച്ചുയർത്തി അല്ലെങ്കിൽ അതിന് കൊടുക്കാവുന്ന മാക്സിമം ട്രെയിനിങ്സ് അല്ലെങ്കിൽ അതിന് കൊടുക്കാവുന്ന മാക്സിമം അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കരിയറിൽ ഞാൻ വർക്ക് ചെയ്ത സ്കൂളുകളിലൊക്കെ തന്നെ അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സ്കൂളിൽ നമ്മൾ ഫോക്കസ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ പരിപാടികൾ കൊണ്ടുപോകും. അതിൻ്റെ കീഴിൽ ഇപ്പം നമ്മൾ പ്രോഗ്രാംസ് പല അവസരങ്ങളുള്ള സ്ഥലത്ത് നമ്മൾ കുട്ടികളെ അതിലേക്ക് നമ്മൾ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമ്മൾ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് ആ മേഖലയിൽ ട്രെയിനിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ കുട്ടികളെ ഈ KG കിൻഡർ ഗാർട്ടൻ മുതലുള്ള കുട്ടികളെ പലപ്പോഴും എനിക്ക് തോന്നിയ കാര്യം ഏറ്റവും ചെറിയ പ്രായത്തിൽ അവരെ സംസാരിക്കാനും അവരെ പബ്ലിക്കിനെ ഫേസ് ചെയ്യാനും അവരെ ഏറ്റവും നല്ല ഭാഷ സംസാരിക്കാനും അവരെ മാനേഴ്സ് ആണെങ്കിലും അവരെ എല്ലാ ഡിസിപ്ലിൻ മേഖല എന്ത് മേഖല ഇപ്പോൾ വസ്ത്രധാരണം ആണെങ്കിലും ഈവൻ പുഞ്ചിരിക്കുന്ന കാര്യമാണെങ്കിൽ ഇപ്പോൾ ഒരു സ്കില്ലാണ്. താങ്കളുടെ ഒരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ താങ്കളുടെ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ താങ്കളുടെ ഒരു ഈ പറഞ്ഞ ഒരു മേഖലയിൽ ഏത് ക്ലാസ് മുതലാണ് അല്ലെങ്കിൽ ഏത് പ്രായം തൊട്ടാണ് കുട്ടികൾക്ക് ഈ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായി വരുന്നത്? ലൈക്ക് പ്രീ പ്രൈമറി സ്കൂളുകളിൽ നിന്ന് തന്നെയാണ്. അതായത് സാറ് പറഞ്ഞതുപോലെ KG ക്ലാസ്സുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം ആ ഒരു പ്രായമാണ്, അതായത് LKG മുതൽ UKG 1-2 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതാണ് കുട്ടികളിൽ മസ്തിഷ്ക വികാസം ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന പ്രായം എന്ന് പറയുന്നത്. ആ കാലത്ത് നിങ്ങൾ കുട്ടികളോട് എന്ത് പറഞ്ഞാലും അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ നന്നായിട്ടത് രജിസ്റ്റർ ആവും. ആ കാര്യങ്ങൾ കുട്ടികൾക്ക് പെട്ടെന്ന് കാലങ്ങളോളം മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയും. നമ്മൾ കാണിക്കുന്ന നമ്മുടെ പെരുമാറ്റം അതൊക്കെ കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്ത് കൊടുത്താലും ലൈക്ക് നമ്മൾ പറയാറില്ലേ, നല്ല മണ്ണാണ്, നല്ല വളക്കൂറുള്ള മണ്ണാണ് ആ പ്രായം എന്ന് പറയുന്നത്. എന്തിട്ടാലും മുളയ്ക്കും. അതുകൊണ്ട് ഇടുന്നത് എന്താണ്, ഏത് തരത്തിലുള്ള വിത്താണ് നമ്മൾ വിതയ്ക്കുന്നതെന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ലൈക്ക് ആ ഒരു പ്രായത്തിൽ ശരിക്കും കുട്ടികൾ വളരെ ഒരു നന്നായിട്ട് വിളവ് തരുന്ന പ്രിപ്പയർഡ് ആയിട്ടുള്ള മണ്ണ് പോലെയാണ് ആ പ്രായത്തിലുള്ള കുട്ടികൾ. അവർ പ്രിപ്പയർഡാണ്. ശരിക്കും നമ്മളത് വിതയ്ക്കുക പോലും വേണ്ട, വെറുതെ വിത്തിനെ എറിഞ്ഞു കൊടുത്താൽ മതി, അത് തന്നെ വളർന്നോളും. അതുകൊണ്ട് ആ പ്രായത്തിലാണ് കുട്ടികൾക്ക് എന്ത് പഠിപ്പിക്കാനും നല്ലത്. കാരണം അവരൊരു ബ്ലാങ്ക് സ്ലേറ്റാണ്. ഒന്നുമില്ലാത്തൊരു സ്ലേറ്റിലേക്ക് പുതിയ കാര്യങ്ങൾ എഴുതി പഠിപ്പിക്കാൻ എളുപ്പമാണ്. ഒരു 5-ലോ 6-ലോ ഒക്കെ എത്തിയ കുട്ടികളോട് നമ്മൾ ചില കാര്യങ്ങൾ പുതിയതായിട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ അവരൊരു 4 വർഷമായിട്ട് അല്ലെങ്കിൽ 5 വർഷമായിട്ട് കണ്ട് ശീലിച്ച് പഠിച്ച് പെരുമാറി വന്ന കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ മായ്ച്ച് കളഞ്ഞിട്ട് വേണം പുതിയ കാര്യങ്ങൾ എഴുതി ചേർക്കാൻ വേണ്ടിയിട്ട്. അത് അത്രത്തോളം എളുപ്പമാവില്ല. ലേണിങ്ങിനെക്കാട്ടിലും എത്രയോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അൺലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതുകൊണ്ട് ബ്ലാങ്ക് സ്ലേറ്റുകളിൽ എപ്പോഴും എഴുതി തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഭാഷ, ലാംഗ്വേജ്, താങ്കൾ പ്രിൻസിപ്പളാണ്, അധ്യാപകനാണ്, അതിലുപരി താങ്കളൊരു ട്രെയിനറും കൂടെയാണ്, ഇൻ്റർനാഷണൽ ട്രെയിനറും കൂടെയാണ്. പ്രത്യേകിച്ച് മോട്ടിവേഷണൽ സ്പീക്കിംഗ്, അതിനപ്പുറത്തേക്ക് ഭാഷ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനിങ് നടത്താറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഇംഗ്ലീഷ് ഭാഷ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ എനിക്കറിയാം, പിന്നെ നമ്മുടെ ഇന്ത്യൻ കളിക്കാരൻ IM വിജയൻ, അദ്ദേഹം ഇപ്പോൾ പോലീസ് സർവീസിലാണ്. അദ്ദേഹത്തോട് ഒരാൾ ഒരിക്കലും വന്ന് ചോദിച്ചു, വിജയൻ സാർ, താങ്കൾ ഫുട്ബോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, താങ്കൾ ഇന്ത്യയിൽ റിനൗണ്ട് ആയിട്ടുള്ളൊരു പ്ലെയറാണ്, താങ്കളുടെ കുറവായിട്ട് താങ്കൾ കാണും, താങ്കൾക്ക് ഏറ്റവും വിഷമമായിട്ട് താങ്കളുടെ ലൈഫിൽ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയില്ല. അപ്പോൾ സാറിന് എന്തിനാണ് സാർ ഇത്രയും വളർന്ന് ഇത്രയും അച്ചീവ് ഒക്കെ ചെയ്തു, ഇത്രയും മേഖലയിലെത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ലോക ഫുട്ബോൾ നടക്കുന്ന സമയത്ത് അതിൽ കമൻറ്റേറ്റർ ആകുമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് ഇത്രയും സ്കില്ലുണ്ട്, എനിക്ക് ഇത്രയും കഴിവുണ്ട്, പക്ഷേ എനിക്കൊരു ഗ്ലോബൽ ഒരു ഓഡിയൻസിനെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് മൈ ലാംഗ്വേജ്. എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇപ്പം ഞാൻ പറയുന്നത്, താങ്കൾ പലപ്പോഴും ഇപ്പം നമുക്കൊക്കെ ആണെങ്കിൽ പോലും ഇംഗ്ലീഷ് ഭാഷ വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുക. അതേസമയം ഫ്ലുവൻസി മാത്രമല്ല, ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്, സംസാരിക്കും, പക്ഷേ പബ്ലിക്കിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു കുട്ടി വന്ന് വൈകുന്നേരം പോകുന്ന സമയത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണോ ഈ ഭാഷ പഠിക്കാൻ വേണ്ടത്? അല്ലെങ്കിൽ അതിലുപരി നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് കുട്ടികളെയാണെങ്കിലും ഇപ്പം അധ്യാപകരായിട്ട് നമ്മളെപ്പോലുള്ള ആളുകളാണെങ്കിലും ഇതെങ്ങനെയാണ് സാർ ഇതിൻ്റെ ഒരു പ്രാധാന്യം, അതുപോലെ തന്നെ ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള, നമുക്കിപ്പം പ്രാക്ടിക്കലായിട്ട് നമുക്ക് സ്കൂളിൽ നിന്ന് അല്ലാതെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത്, വീട്ടിലുള്ള സമയത്ത് നമുക്ക് ഈ ഭാഷ ഡെവലപ്പ് ചെയ്യാനും
ഇതുമായിട്ട് നമുക്കൊരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കാനും പറ്റുക? എങ്ങനെയാണ് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ? ഇംഗ്ലീഷ് ഭാഷ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഭാഷ തന്നെയാണ്. ഇത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇംഗ്ലീഷ് ഭാഷ നമുക്ക് അറിയുന്നത് കൊണ്ട്, അത് വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ നമുക്ക് അറിയുമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു വരും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇംഗ്ലീഷ് അറിഞ്ഞാലേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂ, സക്സസ്ഫുൾ ആവാൻ പറ്റൂ എന്നൊന്നുമില്ല. പക്ഷെ അറിയുന്നത് നല്ലതാണ്. പിന്നെ സ്കൂളുകളിൽ ഇംഗ്ലീഷ് ഭാഷ കുട്ടികൾ പഠിക്കുന്നതിനെക്കുറിച്ച്, സംസാരിക്കുന്നതിനെക്കുറിച്ച്, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു പേരൻറ്റ് അവരുടെ കുട്ടിയെ ചേർക്കുന്ന സമയത്ത് അവർ ഏറ്റവും പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കാണുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളത് തന്നെയാണ്. നല്ല ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ അധ്യാപകരുടെ മറ്റെല്ലാ ക്വാളിറ്റിയും മാറ്റിവെക്കുകയാണ്. പകരം നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം അധ്യാപകരുള്ള ഒരു സ്കൂൾ. അവിടെ LKG നമ്മൾ, അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ ചേർക്കുന്നു. 10 വർഷം കൊണ്ട് പ്രത്യേകിച്ച് വേറൊരു അറ്റംപ്റ്റും ഇല്ലാതെ, വേറെ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാതെ തന്നെ കുട്ടിയിൽ ഭാഷ സംഭവിച്ചിരിക്കും. നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് കുട്ടി സംസാരിക്കാൻ പഠിക്കും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാനും സാറും ഒക്കെ മലയാളം സംസാരിക്കാൻ പഠിച്ചത്. നമ്മളിവിടെയും ഒരു സ്പോക്കൺ മലയാളം കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടൊന്നുമല്ല. ആളുകൾ സംസാരിക്കുന്നത് കേട്ട് 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 അവരെ നമ്മൾ അനുകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഭാഷ നമ്മളിലും സംഭവിച്ചു. ഇതുതന്നെയാണ് എല്ലാ ഭാഷയുടെയും കാര്യത്തിൽ പൊതുവായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ നമ്മൾ നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ അതിന് ഗ്രാമർ അറിഞ്ഞുകൊള്ളണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂആൻസസ് അറിഞ്ഞുകൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരുപക്ഷെ നമുക്ക് എഴുതണമെങ്കിലോ അല്ലെങ്കിൽ രചനകളൊക്കെ നിർവഹിക്കണമെങ്കിൽ ഒരുപക്ഷെ നമുക്കതിൻ്റെ ഗ്രാമറും കാര്യങ്ങളൊക്കെ അറിയണമായിരിക്കും. സംസാരിക്കാൻ, നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളിലേക്ക് നമുക്ക് അവരിലേക്ക് നമുക്കൊരു ആക്സസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കുക. നമ്മുടെ അധ്യാപകർ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ട് ഇടപഴകുന്നോ അവരൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് കേട്ട് 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 അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ച്, ഇപ്പോൾ ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ, ഇവിടുന്ന് ദുബായിലേക്ക് പോകും, അവർക്ക് ഈ അറബി ഭാഷ വലിയ കാര്യമായിട്ട് അറിയൊന്നുമില്ല. അവിടെ ചെന്ന് ഒരു 2 വർഷം കൊണ്ട് അവർ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർ അറബി ഭാഷ പച്ചവെള്ളം പോലെ സംസാരിക്കും. കാരണം വേറെ നിവൃത്തിയില്ല. അവിടെ ചെന്ന് വിശക്കുന്നു എന്നുള്ളത് അറബിയിൽ പറഞ്ഞാലല്ലാതെ ഭക്ഷണം കിട്ടില്ല. ഞാൻ പണ്ടത്തെ കഥകളാണ് പറയുന്നത്. അപ്പോൾ വിശക്കുന്നു എന്നുള്ളത് പറഞ്ഞേ മതിയാവും. അപ്പോൾ അതെന്തായി, അവിടെ ഒരു ആഗ്രഹത്തിനപ്പുറം അതൊരു ആവശ്യമായിട്ട് മാറി. അത്രയേ വേണ്ടുള്ളൂ. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരിക്കണം നമ്മൾ. ഇപ്പോൾ റീസെൻ്റ്ലി കൈതപ്പൂർ സ്കൂളിൽ ഒരു കുട്ടി വന്നിട്ടുണ്ട്. ആ കുട്ടിയെ കുട്ടി അക്കാഡമിക്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നന്നായിട്ട് കാണാപ്പാടം പഠിക്കുക, പരീക്ഷ എഴുതുക, ആ വിഷയത്തിൽ അത്ര കുട്ടി എടുക്കണമെന്നല്ല. പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ അവൻ വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നു, സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കുന്നു, നല്ല ആക്സെൻറ്റ്. എന്താണ്, അവൻ മുൻപ് പഠിച്ചിരുന്ന സ്ഥലം അല്ലെങ്കിൽ സ്കൂൾ അങ്ങനെയുള്ള സ്കൂളാണ്, വിദേശത്താണ് അവൻ പഠിച്ചിരുന്നത് എന്ന് പറയുന്ന പോലെ ഭാഷ സംഭവിക്കും. പിന്നെ ഉള്ളത് ലൈക്ക് ഒരു 20 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വയസ്സിനൊക്കെ ശേഷം നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ആഗ്രഹം മാത്രമാവരുത്, ആവശ്യമാവണം. ഇറ്റ് ഷുഡ് നെവർ ബി എ വിഷ്, മിയർലി ഒരു വിഷ് മാത്രമാവരുത്, മറിച്ച് ഇതൊരു നീഡായിട്ട് മാറുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. ഉദാഹരണത്തിന് നീന്തൽ അറിയാത്ത ഒരുത്തിനടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അവൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, പണ്ടൊരു ഇൻ്റർവ്യൂവിൽ ആക്ടർ വിനായകൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. ആ സിനിമയിൽ കടലിൽ മീൻ പിടിക്കുന്ന ആളായിട്ടാണ്. അപ്പോൾ ശരിക്കും അദ്ദേഹത്തിന് നീന്തൽ അറിയില്ല. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നീന്തൽ പഠിച്ചോ എന്ന ഇൻ്റർവ്യൂവറുടെ ചോദിച്ചാൽ അവൻ പറഞ്ഞ മറുപടി, വിനായകൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നീന്തൽ പഠിച്ചില്ല, തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി നീന്തൽ പഠിച്ചു എന്നാണ്. കാരണം വെള്ളത്തിൽ ചാടുക, ആ വെള്ളത്തിൽ ചാടുക എന്ന് പറയുന്നത്, സിനിമയിൽ അഭിനയിക്കണം, ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത് വെള്ളത്തിൽ ചാടുന്ന സ്ക്രിപ്റ്റിലുണ്ട്. ചാടിയാൽ പറ്റും, ചാടിയാൽ മതിയാവും. ഇനി ചാടിക്കഴിഞ്ഞാൽ ശ്വാസം മുട്ടാണ്ട് കയറി വരണമെങ്കിൽ നീന്തൽ പഠിക്കണം, കൈകാലിട്ട് അടിച്ചേ മതിയാവൂ എന്നുള്ളതാണ്. സോ ഒരു ആഗ്രഹത്തിൽ നിന്ന് ആവശ്യമായ കാര്യങ്ങൾ മാറുന്ന സമയത്ത് നമുക്കത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും പറ്റും. നല്ലതാണ്, പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ആളുകളുടെ ഇടയിൽ നമുക്കൊരു വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആളുകൾ നമ്മളൊന്നും കൂടെ അംഗീകരിക്കും. നമ്മൾ പറയുന്നത് കാര്യങ്ങൾ കേൾക്കാൻ ആളുകൾക്ക് ഒന്നും കൂടെ താല്പര്യമുണ്ട്. എന്തൊക്കെയാണ് താങ്കളുടെ ഹോബീസ്? എൻ്റെ ഹോബികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിനിമ കാണുകയെന്ന് പറയുന്നതാണ്. ഞാൻ സാധാരണഗതിയിൽ എല്ലാ ആഴ്ചയും 2-3 സിനിമകൾ വെച്ച് കാണാറുണ്ട്. അതും തിയേറ്ററിൽ പോയി കാണാറുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ എൻ്റെ ചില ചിന്തകളും ആശയങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൽ പലതും ഇങ്ങനെയുള്ള സിനിമകളിൽ നിന്ന് സിനിമ കണ്ടതുവഴി രൂപപ്പെട്ട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ഒരു ഇമോഷണലി കുറച്ചും കൂടെ ഒരു ഇമോഷണലി ഫ്രജൈലാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു ആൾ കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ കൂടെ ഇരുന്ന് കരഞ്ഞ് ശീലിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് മറ്റാളുകളുടെ സങ്കടവും വിഷമവും കാര്യങ്ങളൊക്കെ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സിനിമ കാണുന്നത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബിയാണ്.
വായന എൻ്റെ ഒരു ഹോബിയാണ്, റീഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഞാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് മിസ്റ്റർ ഷമീർ, അദ്ദേഹമാണ് എന്നെ വായനയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോഴും ഞാനൊരു ആവിഡ് റീഡറൊന്നുമല്ല. ഒരു ദിവസം പക്ഷേ ഞാൻ 1-2 ചാപ്റ്ററുകൾ നിർബന്ധമായിട്ടും വായിക്കാറുണ്ട്. വളരെ ചൂസിയാണ് പുസ്തകങ്ങളുടെ കാര്യത്തിൽ. എല്ലാ ചവറ് പോലെ എല്ലാം കൂടെ വാരിക്കൂട്ടി വായിക്കാന്നുള്ള ശീലമൊന്നുമില്ല. എനിക്കായിട്ട് വായിക്കാൻ തോന്നണം. കൂടുതലും ഞാനൊരു ഈ സെൽഫ് ഹെൽപ്പ് ബുക്കുകളുടെ ഫാനാണ്. അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് ഞാൻ കൂടുതൽ വായിക്കാറുള്ളത്. പുസ്തകങ്ങളുടെ കാര്യം പറഞ്ഞപ്പം ഇക്കിഗായ് എന്ന് പറയുന്നൊരു പുസ്തകം, ലോകപ്രശസ്തമായ പുസ്തകം ഞാൻ ഈ അടുത്ത കാലത്താണ് വായിക്കുന്നത്. പക്ഷേ ഞാനത് അത് വായിക്കുന്നതിനും എത്രയോ മുൻപ് ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം, അതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും കോറായിട്ടുള്ളൊരു ആശയമെന്ന് ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ ഐ വാസ് റിയലി ഷോക്ക്ഡ്. എനിക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണത്. ആ പുസ്തകത്തിൽ പറയുന്നത് ഓരോ ദിവസവും രാവിലെ ഉണർന്നെണീക്കുന്നതിന് ഓരോരുത്തർക്കും ഒരു കാരണമുണ്ടായിരിക്കണം എന്നാണ്. അതാണ് ആ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. ഈ പുസ്തകം വായിക്കുന്നതിനും ഈ പുസ്തകത്തെക്കുറിച്ച് കേൾക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അധ്യാപകരെ ട്രെയിൻ ചെയ്യാൻ പോകുമ്പോഴും കുട്ടികളോട് സംസാരിക്കുമ്പോഴും ഞാൻ പലപ്പോഴായിട്ട് പറയാറുള്ള കാര്യമാണ്, ഓരോ ദിവസം ഉണർന്നെണീക്കുമ്പോഴും നമുക്ക് അന്ന് നേരം വെളുക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണം എന്നുള്ളത്. അങ്ങനെ പലപ്പോഴായിട്ട് പല പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ, അതായത് നമ്മളെ നേരത്തെ ഒരു അലാം ക്ലോക്ക് പോലും ഇല്ലാതെ നമ്മളെ നേരത്തെ എഴുന്നേൽപ്പിക്കാൻ ഇന്റേണലായിട്ട് ഒരു ആഗ്രഹം നമ്മളെടുത്ത് വേണം. എന്തിനാ രാവിലെ നേരം വിളിക്കുന്നതെന്ന് മിസ്റ്റർ സിയാദിനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ഇത്തരം അത് വലിയ കാരണങ്ങളൊന്നും ആവണ്ട. ചില ആളുകൾ പറയാറുണ്ട് ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളുള്ളവരെ ജീവിക്കാൻ പറ്റുള്ളൂ. വെറുതെയാണ്. ജീവിതത്തിൽ അങ്ങനെ വലിയ ലക്ഷ്യങ്ങളൊന്നും ജീവിക്കാൻ വേണ്ട. പലപ്പോഴും ആളുകൾ നമ്മളോട് പറയുക, ഈ പ്രത്യേകിച്ച് കുട്ടികളോട് പറഞ്ഞു പഠിപ്പിക്കുക, ജീവിതം എന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നതാണ്. ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഓരോ ദിവസവും നമ്മൾ പ്രത്യേകിച്ച് വേദനകളും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കുക. വെരി പർപ്പസ് ഓഫ് ലൈഫ് ഇസ് ടു ലീവ് എന്നാണ് പറയുക, നോട്ട് ടു ബി സക്സസ്ഫുൾ. ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോൾ എന്തിനാ ഇപ്പോൾ നാളെ നേരം വെളുത്തിട്ട് എന്താ, വലിയ കാരണങ്ങളൊന്നും വേണ്ട. ഞാൻ എന്നൊരു പുതിയ ഷർട്ട് വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ട്, നാളെ നേരം വെളുത്താൽ എനിക്കത് സ്കൂളിൽ പോവാം. ആ ഒരു കാരണം മതി. ആ കാരണം നിങ്ങൾ അടുത്ത ദിവസം രാവിലെ എണീക്കാൻ പ്രേരിപ്പിക്കും. ഒരു ദിവസം കൂടെ നിങ്ങൾക്ക് ആയുസ് നീട്ടി തരും. അത് നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് ഞാൻ പറഞ്ഞു വന്ന വായനയെക്കുറിച്ചാണ്. വായന എൻ്റെ ഒരു ഹോബിയാണ്. പിന്നെ വീഡിയോസ് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആളുകളൊന്നും കാണാറില്ല. 2000-2500 ആളുകൾ വീതമേ കാണാറുള്ളൂ. 1-2 വീഡിയോകൾ മാത്രമാണ് 5 ലക്ഷം 4 ലക്ഷം വ്യൂസൊക്കെ കിട്ടിയിട്ടുള്ളത്. എന്നാലും ഞാൻ അലിഫ് ചിന്തകൾ എന്ന് പറയുന്ന പേരിൽ ചില മോട്ടിവേഷണൽ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. എന്താണ് ഈ അലിഫ് ചിന്തകൾ? പലപ്പോഴും ആളുകൾ അലിഫ് എന്നുള്ള വാക്ക് കേട്ടിട്ട് അതിനെ ഈ ഇസ്ലാം റിലീജിയനായിട്ടൊക്കെ കണക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കണക്ഷനൊന്നുമില്ല. അലിഫ് എന്ന് പറയുന്നത് ആത്രശ്ശേരിയിൽ നിന്നാണ് എൻ്റെ വീട്ടുപേര്, ആത്രശ്ശേരിയിൽ എന്ന്. ആത്രശ്ശേരിയിൽ ലിനീഷ് ഫ്രാൻസിസ് എന്ന് പറയുന്നതിൻ്റെ കൺട്രാക്ഷനാണ് ശരിക്കും അലിഫ് എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പിന്നെ ചില സമയത്തൊക്കെ ഇപ്പം നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പോൾ താങ്കൾ കൂടെ നടക്കുമ്പോഴൊക്കെ താങ്കൾ കവിതകളെ ഇഷ്ടപ്പെടുന്ന ആളാണ്. കവിതകൾ ഇപ്പോൾ താങ്കളുടെ വായന, താങ്കൾ വായിക്കുന്ന പുസ്തകങ്ങളാണെങ്കിൽ പോലും താങ്കൾ കാണുന്ന വീഡിയോസ് ആണെങ്കിൽ യൂട്യൂബിലൊക്കെ താങ്കൾ കാണുന്ന വീഡിയോസ്, അതേപോലെ താങ്കൾ പറഞ്ഞു സിനിമ കാണുന്ന സമയത്ത് താങ്കൾ വളരെ ഇമോഷണലി കണക്റ്റഡും അതേസമയം തന്നെ കുറച്ചും കൂടി ഈ പറഞ്ഞതുപോലെ സൊസൈറ്റി ആയിട്ടും അതുപോലെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് പോകുന്ന ഒരുപാട് ആ മേഖലയിലേക്ക് താങ്കൾ പലപ്പോഴും കൂടുതലായിട്ട് താങ്കളുടെ കാഴ്ചകളെയും അതുപോലെ ചിന്തകളെയും കൊണ്ടുപോകാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കവിതകൾ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ ജീവിതത്തിൽ? ഞാൻ സാധാരണ കവിതകൾ വായിക്കാറില്ല. യൂട്യൂബിലും അല്ലാതെയൊക്കെ കേൾക്കുന്ന കവിതകളാണ് കൂടുതലും എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കേട്ടിട്ടൊന്നുമില്ല. 1-2 കവിതകൾ മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വളരെ ചൂസിയാണ്. കുറേ കവിതകൾ വായിക്കുക എന്നുള്ളതൊന്നുമില്ല, കേൾക്കുക എന്നുള്ളതുമില്ല. അതിനെനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ 1-2 കവിതകൾ, ഒന്ന് ആര് ഞാനാകണം എന്ന്, അത് നമ്മുടെ 8ാം ക്ലാസ് പാഠപുസ്തകത്തിൽ, മലയാളം പാഠപുസ്തകത്തിൽ അതുണ്ട്. താങ്കൾ അതൊരു 2 വരി പാടുക, അതിൻ്റെ ആശയം ഒന്ന് ചുരുക്കത്തിൽ പറയുകയും ചെയ്യും. തീർച്ചയായിട്ടും. ആ കവിതയുടെ ആശയം എന്ന് പറയുന്നത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസം കൊണ്ടൊരു മനുഷ്യൻ എന്തായി മാറണം എന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു കവിതയാണ് ആര് ഞാനാകണമെന്ന് പറയുന്നത്. അതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത്, ഒരു കുട്ടി അവൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ്, ഞാൻ വലുതായിട്ട് ആരാണ് ആവേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ആരാണ് നീ ആവേണ്ടത് എന്ന് കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന അച്ഛൻ പറയുന്ന രീതിയിലാണ് കവിത എഴുതിയിരിക്കുന്നത്. അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന് പറയുന്നൊരു കവിതയുണ്ട്. ആ കവിതയെ ഇതുപോലെ വളരെ കൃത്യമായിട്ട് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനുള്ളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്ന പല ആശയങ്ങളും എൻ്റെ മാത്രം ആശയങ്ങളല്ല, എൻ്റെ ചിന്തകളോടുകൂടെ ഞാൻ ഈ പറയുന്ന ആശയങ്ങളും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു മിക്സ്ചറാണ് പലപ്പോഴും ഞാൻ ബാക്കിയുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാറുള്ളത്. ഈ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന് പറയുന്ന കവിതയിൽ പറയുന്ന ഒരു മനോഹരമായൊരു
ഒരു 2 വരികളുണ്ട്. അതിനുള്ളിൽ ഈനോ എൻ്റെ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അത് ആ വരികൾ ഏതാണ്ട് ഇങ്ങനെയാണ്: പോയി നാം ഇത്തിരി വ്യാകരണം, വായിലാക്കി വരുന്നു മന്ദം, നാവിൽ നിന്നെപ്പോഴോ പോയി മറഞ്ഞു നാനാ ജഗന്മനോ രമ്യഭാഷ എന്ന് പറയുന്നത്. അതായത് സ്കൂളിലേക്ക് പോയി കുറച്ച് വ്യാകരണവും കാര്യങ്ങളും പുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാപ്പാഠം പഠിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഈ ലോകവുമായിട്ടുള്ള എൻ്റെ ബന്ധം നഷ്ടപ്പെട്ടു. ചിന്തിച്ച് കഴിഞ്ഞാൽ ശരിയാണ്. കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാർത്ഥനും അവനവൻ്റെ കാര്യങ്ങൾ മാത്രം എൻ്റേത് എന്നുള്ള ചിന്താഗതിയും ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വിദ്യാലയങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ട്. വേണമെന്ന് വെച്ച് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മുടെ നേരത്തെ പറഞ്ഞ സിസ്റ്റത്തെ സ്കൂളുകൾ നടത്തുന്ന ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, അവരതിനെ മറ്റുള്ളവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. ആ രീതിയിൽ അല്ലെങ്കിൽ ഈ 1ാം റാങ്ക് വാങ്ങിക്കാനുള്ള ഓട്ടത്തിനിടയിൽ കുട്ടികൾ മറന്നു പോകുന്ന ഒരു കാര്യം അതാണ്. അത്രയും കാലത്തിന് മുൻപേ സഞ്ചരിച്ച കവിത എന്ന് പറയാറുണ്ട് നമ്മൾ, അല്ലെങ്കിൽ കഥ എന്ന് പറയാറുണ്ട്. അന്ന് പറഞ്ഞു വെച്ചാൽ അതാണ്, പോയി നാം ഇത്തിരി വ്യാകരണം, ഗ്രാമറും കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നപ്പം ആ അറിവൊക്കെ ആയി. പക്ഷേ ലോകമായിട്ടുള്ള നമ്മുടെ ബന്ധം വിട്ടുപോയി, മനുഷ്യരായിട്ടുള്ള നമ്മുടെ ബന്ധം വിട്ടുപോയി എന്ന് പറയുന്നത് അതൊരു കവിതയാണ്. സാർ പറഞ്ഞത് ആര് ഞാനാകണം എന്ന് പറയുന്ന കവിതയാണ്. എനിക്കതിൻ്റെ വരികൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. 1-2 വരികൾ ഇങ്ങനെയാണ്. അച്ഛനോട് കുട്ടി ചോദിക്കുകയാണ്: ആരു ഞാനാകണം എന്നൊന്നി ചോദിക്കിലാരാകിലും നല്ലതെന്നുത്തരം. ആരു ഞാനാകണമെന്ന് ചോദിച്ചപ്പോൾ ആരായാലും കുഴപ്പമില്ല, പക്ഷേ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും പൈലറ്റ് ആയാലും സയൻറ്റിസ്റ്റ് ആയാലും ഇതിൻ്റെ ഒക്കെ കൂടതി ആവേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്. ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിനാരാകിലും നല്ലതെന്നുത്തരം. ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക. അങ്ങനെ 1-2-3 വരികളുണ്ട്. അതിനുള്ളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികളാണ്: മഴയത്തു പുസ്തകം നനയാതെ കാക്കുവാൻ വലയുന്ന കുഞ്ഞിനു കുടയാവുക, ആഴക്കടലിലേക്കാഴ്ന്നു താഴും ജീവൻ ഒന്നിനുയർപ്പിൻ്റെ മരമാവുക. കൃത്യ ഓർഡറിലവിടെ ഞാൻ പാടുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതുപോലെ വറ്റി വരണ്ടുവായി കീറിയ മണ്ണിൻ്റെ ഉള്ളം നിറയ്ക്കുന്ന നീരാവുക. അങ്ങനെ 1-2 വരികൾ വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ അതിനുള്ളിലുണ്ട്. ഏറ്റവും അവസാനം പറയുന്നുണ്ട്: ആരൊക്കെ ആയാലും കൊള്ളാം, എത്ര വളർന്നാലും അച്ഛനും അമ്മയ്ക്കും നല്ലൊരു മകനായിട്ട് തന്നെ ജീവിക്കുക എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ആളുകളോട്, ഹ്യൂമൻ ബീയിങ് ആവാൻ ആർക്കും പറ്റും. അതൊരു ബയോളജിക്കൽ സാധനമാണ്. എനിബഡി ക്യാൻ ബി എ ഹ്യൂമൻ ബീയിങ്, ബട്ട് ബീയിങ് ഹ്യൂമൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. അത് തമ്മിൽ വലിയ അന്തരമുണ്ട്. അതാണ് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ശക്തമുള്ള മനുഷ്യനാവുക. കുറച്ചും കൂടെ ഭംഗിയായിട്ട് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റ് എങ്ങനെ മടക്കി വെക്കുന്നു, നമ്മുടെ ഷൂ നമ്മളെങ്ങനെ റാക്കിൽ ഭംഗിയായിട്ട് വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എത്ര മാന്യമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഫോർക്ക് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മുടെ സഹോദരനോട് എങ്ങനെ പെരുമാറുന്നു, സഹോദരിയോട് എങ്ങനെ പെരുമാറുന്നു. റോഡ് സൈഡിൽ ഒരാൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും സ്കൂളുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടേണ്ടത് അതുകൊണ്ടാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സ്കൂളിൽ വരുന്നത് ഒരിക്കലും പുസ്തകങ്ങളിലെ കാര്യങ്ങൾ കാണാപ്പാഠം പഠിക്കാനല്ല. കാലൊടിഞ്ഞ് കിടക്കുമ്പോഴും അല്ലെങ്കിൽ കൈ പൊട്ടി കിടക്കുമ്പോഴും സ്കൂളിലേക്ക് വന്നോളണമെന്നോ അല്ലെങ്കിൽ പരീക്ഷ ആയതുകൊണ്ട് വന്ന് എഴുതിക്കൊള്ളണമെന്നോ അങ്ങനെ ഒരു നിർബന്ധമില്ല.